Good morning, sir. Yes, good morning, Shania. Sir. Good morning, sir. Good morning, sir. Yes, good morning. Good morning, Okay, sir. Krishna. Okay, Good Sangeeta. morning, sir. Yes, Bhavisha, good morning. Arlene, Marin, good morning. Good morning. Okay, Suraj, okay, Santosh. Okay, Najmi, Nisama, Anshu, good morning. Samira, good morning. Yes. Aisha, good morning. Isan, Anila, good morning. Okay, Isan, Sugamana, Isan, yes. Salma, good morning. Asina, good morning. Yes. നമുക്ക് ആരംഭിക്കാം അല്ലേ? യെസ്. റൈഹാം, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മള് സിമ്പിൾ പ്രശ്നം എന്ന് പറയുന്ന ഹസീന സുഖമാണ്. ഓക്കെ, ഹസീനക്ക് സുഖമല്ലേ? യെസ്. അപ്പോ നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് സിമ്പിൾ പ്രശ്നം എന്ന് പറയുന്ന ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് Now it is okay? Hasina? Okay. 1 minute. കട്ടായിട്ടില്ല, വരുന്നു, നോ പ്രോബ്ലം. യെസ്. ഓക്കെ, അപ്പൊ നമ്മള് സിമ്പിൾ പ്രശ്നം കഴിഞ്ഞു, നമ്മൾ അവസാനിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. യെസ്. അപ്പൊ കൃഷ്ണേന്ദു ഇല്ലേ? ഓക്കെ. അപ്പൊ കൃഷ്ണേന്ദുവിനോടാണ് ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കുന്നത്. അത് അതികൃഷ്ണേന്ദു. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് സൈനു ഉണ്ടാവും. സൈനുല്ല. ദെൻ നേഹ, കൃഷ്ണേന്ദു കഴിഞ്ഞ നേഹ വേണ്ട. അപ്പൊ നമുക്ക് അനില ആർ. യെസ്. അപ്പൊ കൃഷ്ണേന്ദു, അനില ആർ, ദെൻ ഭവിഷ. ഓക്കെ. ഞാൻ കാര്യം ചോദിച്ചു കഴിഞ്ഞാലേ, അപ്പൊ ആ കാര്യത്തിന് ആദ്യം കൃഷ്ണേന്ദു, പിന്നെ അനില, പിന്നെ ഭവിഷ, പിന്നെ ബാക്കിയുള്ള എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. അടുത്ത ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വിഷയം വെക്കുകയാണ്. ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒരു വിഷയം വെക്കുകയാണ്. ആ വിഷയം ഇതാണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലുള്ള വിവാഹങ്ങൾ നമുക്ക് കാണാം. വൺ ഈസ് ലവ് മാരേജ്, നെക്സ്റ്റ് വൺ ഈസ് അറേഞ്ച്ഡ് മാരേജ്. വൺ ഈസ് ലവ്, മ്യൂട്ട് ചെയ്തോ, ഞാൻ വിളിച്ചോളാം. യെസ്. വൺ ഈസ് ലവ് മാരേജ്. ഐ വിൽ കോൾ യു. ഞാൻ വിളിച്ചോളാം. യെസ്. അപ്പോ വൺ ഈസ് ലവ് മാരേജ്, നെക്സ്റ്റ് വൺ ഈസ് അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, വിച്ച് ടൈപ്പ് ഓഫ് മാരേജ് യു പ്രിഫർ? ഇതില് എങ്ങനെയുള്ള വിവാഹമാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ലവ് മാരേജ് പറയാം,
നിങ്ങൾക്ക് വേണമെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് പറയും. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ പറയുന്ന ഉത്തരം എന്ത് തന്നെയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 പോയിന്റ് കൂടി അതിൻ്റെ കൂടെ പറയും. ഇത്രയുള്ള കേസ്. സിമ്പിൾ ആയിട്ട് വിഷയമാണ്. ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. കർണകടോരമായ വാക്കുകളൊന്നുമില്ല, ഇതൊന്നുമില്ല. അപ്പൊ ആദ്യം സംസാരിക്കുന്നത് കൃഷ്ണേന്ദു ആലോചിച്ചോളൂ, ഭവിഷ്യ ആലോചിച്ചോളൂ, അനില ആലോചിച്ചോളൂ, ഓരോരുത്തരും ആലോചിച്ചോളൂ. യെസ്. അപ്പോ ഞാൻ കൃഷ്ണേന്ദു ടൈം എടുത്തോ, ഞാൻ 2-3 മിനിറ്റ് തരാം. ഓക്കെ ഓക്കെ ഓക്കെ. മനസ്സിലൊക്കെ റെഡിയാക്കി വെച്ചോ. ഞാൻ ആലോചിക്കാനാ സമയത്ത് ആലോചിച്ചോളൂ. യെസ്. ഓക്കെ. ക്രിസ്ത്യാനിയുടെ മനസ്സിൽ ഇങ്ങനെ ആശയങ്ങൾ തിങ്കി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ്. വൈ എന്നുള്ള പിന്നീട് പറയും എന്തുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം അറേഞ്ച്ഡ് മാരേജ് ഈസ് നോട്ട് എ മാരേജ് ബിറ്റ്വീൻ 2 പേഴ്സൺ. 2 വ്യക്തികൾ തമ്മിലുള്ളത് മാത്രമുള്ള കണക്ഷൻ അല്ല. ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഫാമിലീസ്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം കൂടിയും 2 ഫാമിലി. അത് മാത്രമല്ല നമുക്ക് പറയാം ദർ ഇസ് എ ഗ്രേറ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ദീസ് ഫാമിലീസ്. നമ്മൾ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കുടുംബങ്ങളിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്. യെസ്. നമുക്ക് ആശ്രയിക്കാൻ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ടാകും. അറേഞ്ച്ഡ് മാരേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയാല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പറയാം. ഇനി രണ്ടാമത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ പ്രിഫർ ലവ് മാരേജ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ലവ് മാരേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് കാരണം പറയാം ബിക്കോസ് വി നോ ദ പാർട്ട്ണർ, ദി ക്യാരക്ടർ ഓഫ് ദ പാർട്ട്ണർ ഏർലിയർ. നമുക്ക് നമ്മുടെ പാർട്ട്ണറിന്റെ സ്വഭാവം നേരത്തെ അറിയാൻ പറ്റുന്നു. യെസ്. മറ്റത് കല്യാണം കഴിഞ്ഞതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നേരത്തെ അറിയാൻ പറ്റുന്നു. മാത്രമല്ല ദർ ഇസ് എ ബോണ്ട് ഓഫ് ലവ്. ഭയങ്കരമായ അറ്റാച്ച്മെന്റ് ആയിരിക്കും. യെസ്. ബോണ്ട് ഓഫ് ലവ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ദെൻ വേണമെങ്കിൽ പറയാം ദർ ഇസ് നോ ഇന്റർഫിയർ ഫ്രം 2 ഫാമിലീസ്. 2 കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സുഖമായിട്ട് ജീവിക്കാം. യെസ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ പ്ലസ് പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുക. ആ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. അതിനെ ബേസ് ചെയ്ത് ഐ പ്രിഫർ. നിങ്ങൾക്ക് പറയാം ഐ പ്രിഫർ ലവ് മാരേജ്, ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ്. വൈ എന്തുകൊണ്ടെന്നുള്ളതിന് ഞാൻ 2 പോയിന്റ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് 2 കൂടുതൽ പറയാം കേട്ടോ. 2എങ്കിലും പറയാം. ബിക്കോസ് എന്നതാണ് കാരണം. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം മൈ മാരേജ് വാസ് ലവ് മാരേജ് ബട്ട് ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ്. ഓപ്പോസിറ്റും പറയാം മൈ മാരേജ് വാസ് അറേഞ്ച്ഡ് മാരേജ് ബട്ട് ഐ പ്രിഫർ ലവ് മാരേജ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പറയാം. അപ്പൊ 2നും അതിന്റെ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഡിപ്ലോമസി നമുക്ക് ഒഴിവാക്കാം. അത് നല്ലതെന്ന് ഒരെണ്ണത്തിന്റെ പക്ഷത്ത് നിന്ന് നിൽക്കുക. ഇത് വേറെ ഒന്നും വേണ്ടിയിട്ടല്ല, നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ലളിതമായ ഒരു വിഷയം എടുത്തിട്ടുള്ളൂ. അപ്പൊ കൃഷ്ണേന്ദുവിനെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സമയം കൊടുത്തത്. അപ്പൊ കൃഷ്ണേന്ദു, ആർ യു റെഡി? Yes, sir. ഓക്കെ. കൃഷ്ണേന്ദുവിന്റെ യെസ് ആറിലുണ്ട് പവർ. യെസ്. അത് കഴിഞ്ഞ് അനില, ആർ യു റെഡി? അനില ആർ? യെസ്. അനില കിട്ടിയില്ല എങ്കിൽ നേരെ ഭവിഷ്യയോട് കേട്ടു. ഭവിഷ്യ യു ഗെറ്റ് റെഡി. ഓക്കെ. യെസ്. അപ്പൊ ഭവിഷ്യയും കൃഷ്ണേന്ദു ഗെറ്റ് റെഡി. അത് കഴിയുമ്പോൾ മെസ്സേജ് ഇട്ടോ. സാർ ഞാൻ പറയാൻ മെസ്സേജ് ഇട്ടോ കേട്ടോ. ഒരു തമ്പിട്ടാലും മതി, ഞാൻ നോട്ട് ചെയ്തോളാം. യെസ്. ഓക്കെ. അപ്പോ ഐശ്വര്യമായിട്ട് കൃഷ്ണേന്ദു ആരംഭിക്കുന്നു. യെസ് കൃഷ്ണേന്ദു പറഞ്ഞു. Sir, I prefer arranged marriage because my marriage is also arranged marriage. Yes. Because sir also told that arranged marriage is not based on 2 people's journey. It's also 2 families relationship together. Yes. In my experience, I think that arranged marriage is suitable because my experience first I see my husband. I see my fiancé before I see her parents, his parents.
and I got an attachment with them and her sister. So it helped me a lot of my family journey. Mm, and 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 they know all. Sorry. I teach his parents lot of, and it's helped me lot. It helped me lot in my family journey, and I think arranged marriage is suitable for all people. Yes. Okay, Shendu, you have done it very well. I appreciate you for your great observation. Thanks. Okay, very good, very good, very good. Observation, you did it very well. നന്നായിട്ട് പറഞ്ഞു. Yes, okay, okay, okay. Very good, very good, very good. Yes, yes. അപ്പോ ശ്രീധു എല്ലാവരും ആശംസ തരിക. ഫസ്റ്റ് പറഞ്ഞ ആളല്ലേ? Yes, Thanks. very good, very good, very good. ഭവിഷ്യ കഴിഞ്ഞ അടുത്ത ആൾ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ആരെ നിർബന്ധിക്കുന്നില്ല. ശരണ്യ, ഹസീന, സന്തോഷ്, മെറിൻ, മുഫി റെഡി ആയിക്കോളൂ. യെസ്, ചിരിച്ചുകൊണ്ടിരുന്ന പോലെ. യെസ്, എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ മതി. ഒന്നുമില്ലെങ്കിലും ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ്, ഐ പ്രിഫർ ലവ് മാരേജ്, അത്രയെങ്കിലും പറയാം. ധൈര്യം പറയട്ടെ. യെസ്, ഭവിഷ്യ. യെസ്, വന്നോളൂ. Yes, sir. Yes, sir. യെസ്, I prefer arranged marriage. My marriage Yes. is arranged marriage. യെസ്, Arranged marriage is supported to two family members and the parents. Arranged marriage യെസ്, choose job and educational qualification. യെസ്. Sir, English വരുന്നുണ്ട്. പറഞ്ഞ തെറ്റിക്കൊണ്ട് മലയാളമാണ് ഞാൻ ഭവിഷ്യക്ക് ലാസ്റ്റ് മലയാളത്തിൽ പറയാൻ ചാൻസ് തരാം. ഇതൊന്നും പറഞ്ഞു നോക്ക്, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്റലിജൻസ് ആണ്. ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ തന്നെ പറയണത് അത് നിങ്ങളുടെ ബുദ്ധിയാണത്. ഇത്രയും പറഞ്ഞില്ലേ, ഇത് തന്നെ ഭവിഷ്യ വേറെ ലെവലായി. യെസ്, ഇത് Two ഒരു preparation supported to arranged marriage യെസ്, and ടു ഫാമിലി സപ്പോർട്ട്. ഓക്കെ, ആ, ഓക്കെ, 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 ഓക്കെ. വേറെ എന്തൊക്കെ പ്രത്യേകം ഭവിഷ്യ ജീവിതത്തിൽ ഭവിഷ്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. financial support and mentally support our family. യെസ്, ഫാമിലി ഇൻവോൾവ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സാർ ഇംഗ്ലീഷ് കിട്ടുന്നില്ല. മതി. ഓക്കെ, ഓക്കെ, ഞാൻ വരാം. ഓക്കെ ഭവിഷ്യ, ഭവിഷ്യ കാരണം എന്താണെന്ന് ശരിയോ 2 പോയിന്റ് ഭവിഷ്യം പറഞ്ഞു. മെന്റലി സപ്പോർട്ട് എന്ന് പറയാത്തൊരു പോയിന്റ് ഭവിഷ്യ പറഞ്ഞു അല്ലേ? ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് there is a mentally support from the two families. Oh yes, Yes. പിന്നെ the elder members of the family, they will guide us അല്ലേ? Yes. Yes, okay, okay, okay. Grandfather, grandmother, father-in-law, mother-in-law, they will help us. Okay, very good, very good. Bhavisha, very good, very good. Yes. അപ്പോ ഞാൻ പറഞ്ഞ 2 പേര് വന്നു. ഇനി ആരാണ്? Who is ready? ഐശ്വര്യ, ശിവപ്രിയ, മിന്നു, ജിഷ്ണു. യെസ്, ധൈര്യമായിട്ട് പറയൂ യുവർ ഒപ്പീനിയൻ. യെസ്, ഞാൻ പറയാം. ആരും പറഞ്ഞു ഒന്നും മൈക്കോൺ ആക്കി ആരെങ്കിലും. Hello, sir. Good morning. യെസ്, യെസ്, യെസ്. മെറിൻ, ഹൗ ആർ യു മെറിൻ? I'm fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്, ഗുഡ്. നിങ്ങൾ എന്ത് പഠിക്കണം പറഞ്ഞോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. ലവ് മാരേജ് എന്ത് പഠിക്കുന്നത് ഇഷ്ടമുള്ള പറഞ്ഞു, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. യെസ്, ആ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ള സംഗതി ഉണ്ടാക്കാന്നുള്ളതാണ്. ഈ 6 മാസം കഴിഞ്ഞ് നിങ്ങൾ എന്തൊന്നും പോയി കഴിയുമ്പോൾ നിങ്ങൾ അപ്പുറത്ത് പറയും, അയ്യോ അതൊക്കെ അത് ചെയ്യേണ്ടതായിരുന്നു, പല പല ഗോൾഡ് ചാൻസുകളാണ് തന്നത്. നിങ്ങൾ ചിന്തിക്കും. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നരുത്. യെസ്, ഓക്കെ മെറിൻ, സ്റ്റാർട്ട്. Sir, I prefer arranged marriage. Marriage is Yes. a ceremony that making a bond between two families. And Yes, mainly,
in today's world, we cannot trust a person blindly. So we can get a hold in arranged marriage. The family will be with us without any Yes. hesitation. Yeah, I'm not without against love hesitation. marriage. It's great to understand a person before marriage, so we can get a chance to rethink before entering into a relationship. Yes. So, two types of marriage is good, but it's important to husband and wife will be supported to each other. Yes. So you prefer arranged marriage. അപ്പൊ മൂന്ന് പേരാണ് സംസാരിച്ചത്. സ്നേഹം ഉണ്ടായി, ഭവിഷ്യ ഉണ്ടായി, മെറിൻ ഉണ്ടായി. അപ്പൊ മൂന്ന് പേരും അറേഞ്ച്ഡ് മാരേജിന്റെ ആൾക്കാരായിരുന്നു. യെസ്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ് മെറിൻ, വെരി ഗുഡ് ഇംഗ്ലീഷ്, വെരി ഗുഡ്. യെസ്, ഇനി ആരാണ്? Good morning, sir. ഓക്കെ, റനീഷ. ഹൗ ആർ യു, റനീഷ? Yeah, good. How are you, sir? I am also very good. Okay, Rishha, continue. Yeah, sir, I'm not preferring love marriage or arranged marriage. Why? Yes. There is disadvantage also there, advantages also there in both Yes. type of marriages. Okay. Yes. This short period we can't discuss all the advantages and disadvantages. So, in my experience, I will discuss one, because advantage is means in arranged marriage, what if there is any problem, both family will be there. They Yes. won't blame this is your you choose, like that. They won't point us. Yes. Both family will involve, and they will make a solution. Yes. And the disadvantage in arranged marriage means that person rarely only we met before our marriage, maybe one time or two time. After that we meeting on that wedding day only. So it will feel like some difficult situation. I faced that. Then Yes. when coming days it will be okay. So Yes. in love marriage means they before they met and they know each other very well. So it will be starting will be smooth, and I don't know, I don't have any experience in that. So there will be disadvantage and advantages is there in both type of marriage. That is my Okay. Let me ask you, Ranish, one question. So comparatively, which is more better? I can't compare, sir, but I have only one experience, right? My one is arranged one. Now Yes. I'm happy in that. But in starting, I felt like some bad feelings. Then now it's okay. Yeah, which is okay. Very good. Okay, Ranish, പറഞ്ഞ കാര്യം വെച്ചിട്ട് അർത്ഥം. Yes, okay. Thank you, Starting sir. there will be some problems ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒരു ഇമാജിനറി സിറ്റുവേഷൻ ഞാൻ പറയുന്നു. അടുത്ത ഒരു ജന്മം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഭർത്താവ് തന്നെ വേണോ അല്ലെങ്കിൽ പുതിയൊരാള് വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇത് തന്നെ മതി എന്ന് പറയും, വേറെ വേണ്ട, ഇത് തന്നെ മതി എന്ന് പറയും. യെസ്, അപ്പൊ അതാണ് റിനീഷ പറഞ്ഞത്. ഞാൻ ഇറ്റ് അഡ്ജസ്റ്റഡ്. ഓക്കെ. പിന്നെ പറഞ്ഞതിൽ റിനീഷ പറഞ്ഞതിൽ കറക്റ്റ് വേറെ പോയിന്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് ലവ് മാരേജ്, ഫസ്റ്റ് ഇറ്റ് ഈസ് ഓക്കെ, ലേറ്റർ ദർ ആർ സോ മെനി പ്രോബ്ലംസ്. ഓക്കെ റിനീഷ, very good. You did it well. Yes. Then who is next? ലവ് മാരേജിന്റെ ആൾക്കാരും വന്നിട്ടില്ല. യെസ്, പറയൂ. ധൈര്യമായിട്ട്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ. ഇതേപോലെ ഇടക്കിടക്ക് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുമ്പോ. യെസ്, ഓക്കെ. ഹു ഈസ്, ആരാണ്? ഓക്കെ. അലീന, വെരി ഗുഡ് അലീന. So the next person coming is Alina. Alina, we are eager to hear your words. നിങ്ങൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു താങ്കളുടെ വാക്കുകളെ. പറഞ്ഞോളൂ അലീന. Okay, sir, I prefer love marriage because I didn't marry yet, and also I'm committed. And I think love marriage is better because partners know each other already. So there is no misunderstandings or egos compared with arranged marriage. Yes. And also there is a lot of time to communicate each other before marriage. Yes.
Also, they are more comfortable with each other. And also there is a stronger bond. I think it helps in marriage also. Yes. And there is no disrespect in marriage life because they knows their qualities and weakness. Yes. So I think it's also based with feelings, not any pressures. So I think love marriage is better than arranged marriage, sir. ഓക്കെ. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. യെസ്. അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. യെസ്. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു. വാട്ട് എവർ ഇറ്റ് മേ ബി, നോ പ്രോബ്ലം. യെസ്. ഓക്കെ. ദെൻ ഇനി ആരാണ് ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? അലിനെ കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ വേറെ ആർക്കും തോന്നി കാണൂലേ? യെസ്, എന്നാ ഞാനും പറഞ്ഞേക്കാം. ഓക്കെ. ഹസീന, ആർ യു റെഡി? Yes, sir. വെരി ഗുഡ്. ഹസീന ചിരിച്ച് സന്തോഷിച്ച പറ്റുന്നത് അല്ലേ? ഓക്കെ. ഹസീന പറഞ്ഞോളൂ. I prefer love marriage യെസ്. because my marriage is love marriage. യെസ്. Starting lot of problems. യെസ്. But Finally we can adjust it, അല്ലേ? just it. Yes. Okay. Very good. So we'll have happy life. Yes. But ഒരുപാട് കാര്യങ്ങൾ ഹസീനക്ക് പറയണമെന്നുണ്ട്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് മാത്രം പിടിച്ചിരിക്കുകയാണ് ഹസീന, അല്ലേ? കിട്ടില്ല സാർ. യെസ്. വെരി ഗുഡ് ഹസീന. നോ പ്രോബ്ലം. അത്ര മതി. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. അറ്റംപ്റ്റ്. ഓക്കെ. പറയാനായിട്ട് നിങ്ങൾ പക്ഷേ ശ്രമം വന്നാൽ മതി. ഐ ആം വെരി ഹാപ്പി. യെസ് ഹസീന, മതി. ഓക്കെ. വെരി ഗുഡ്. യെസ്. ദെൻ ഹു ഈസ് നെക്സ്റ്റ്? ഹസീന പറഞ്ഞ പോലെ നെക്സ്റ്റ് വിഷയം. ഓക്കെ മൂഫി, ആർ യു റെഡി? Yes. ഓക്കെ മൂഫി. Good morning to all. യെസ്, ഗുഡ് മോർണിംഗ്. I prefer arranged marriage. യെസ്. Also, my marriage is arranged, യെസ്. and we complete 6 successful years now. യെസ്. Why I prefer arranged marriage? Two persons coming to live together without knowing their Each other. path. Yes. Okay. Very good. After marriage, we understood little bit every day. Yes. Now, this long journey, we understood each other Yes. and to be continued. Yes. Why I don't prefer love marriage? In before marriage, the persons have no secrets between them, Yes. and they can share new things Yes. after marriage. But in love, marriage is more romantic. Yes. That's enough. That's enough. Okay. Yes, Alina. Alina പറയുന്നു. Okay, ഹസീന. Very good. Okay. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. യു ഹാവ് ഗുഡ് ഒബ്സർവേഷൻ. നിങ്ങൾക്ക് നല്ല ഒരു ഒബ്സർവേഷൻ ഉണ്ട്. യെസ്. ഇനി ഹു ഈസ് നെക്സ്റ്റ്? ആരാണ്? റൈഹാം. Yes, sir. Okay, are you ready? Yes. Ready. Okay. Raihan. I prefer arranged marriage Yes. because my marriage is arranged marriage. Okay. Arranged marriage, two persons annoying Yes. people before marriage. Yes. After marriage, two people committed. Yes. Two families, Yes. two people and two
families are committed. Yes. So, Okay, okay. പറഞ്ഞത് മുഴുവൻ correct ആണ് റൈഹാം. in a financial problem, Yes. the Financial problem will be solved. There will be great support from two families. two families. Yes, okay. Okay, Raika, very good, very good, very good. You have done it very well. Very good, very good. Okay, okay, okay. Raika, മനസ്സിൽ പലതും. Okay, 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 okay. അതങ്ങനെ പറയാം, അത്രേ ഉള്ളൂ. തെറ്റിനൊക്കെ തെറ്റിക്കോട്ടെ എന്ന് നിങ്ങൾ ഒരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. Yes, okay. Very good, very good, very good. Yes, then who is next? ആർക്കെങ്കിലും പറയട്ടെ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, നിങ്ങളൊരു മെസ്സേജ് ഇല്ല, അല്ലെങ്കിൽ ഒരു തമ്പിട. യെസ്, ആ തമ്പിടണോ വേണ്ടി ഒന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് ഉറപ്പിക്കുക. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കുക. ഓക്കെ, ഐഷ പറയുന്നു. ഐഷ റെഡിയാന്ന് പറയുന്നു. യെസ്, ഐഷ. കണ്ടിന്യൂ ഐഷ. Morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. I prefer arranged marriage. Yes. One of the reason is my marriage was arranged marriage. Yes. If you asked me before my marriage, I didn't choose arranged marriage because I had a lot of confusions about that. But Yes. now I realized that arranged marriage is good comparing to love marriage. Yes. Two persons joining forever by the support of parents without any limit or problems. Yes. Not everyone's lives are same. Every Yes. person's life has some problems. But thank God, Yeah, my in life family is good some problems. till now. Okay. But my life is good till now. Yes, okay. That enough, sir. That is all. Very good, Aisha. Very good, very good, very good. Okay, okay. You have very good observation. Okay, okay. Very good, very good. Yes. Who is this? അപ്പൊ ഇവിടെ അങ്ങനെ രണ്ടുപേരെ ലവ് മാരേജിന് വന്നിട്ടുണ്ടായുള്ളൂ. യെസ്, ഭൂരിപക്ഷം ആളുകളും അറേഞ്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ദാറ്റ് partners are selected by our parents. Yes. Okay, okay, okay. Who is coming next? Good morning, sir. Okay, Minnu കൂടെ വരാതെ. Okay, good morning. ഇപ്പൊ പിടിച്ചിരിക്കുന്നത് മാറ്റി വേറൊരു പിടിച്ചേ, കാരണം നല്ല എക്കോണ്ട്. I prefer arranged marriage because my marriage is arranged. Yes. I successfully completed 11 years of married life. Yes, very I'm good. so happy for this life. Yes. Then two families are arranged the marriage and all the support to the family life. Yes. Then I'm happy for this life. Thank you, sir. Yes. Okay, very good, very good. Minnu, very good, very good, very good. Yes, okay, okay. നമ്മളിൽ ഒരാളുണ്ടായിരുന്നു, സന്തോഷ്. Yes. വിചാരിക്കാം. Yes. Next, who is coming next? You should say your opinion about love marriage and about arranged marriage. Yes. Who is coming next? അരമണിക്കൂറെ നമ്മളിപ്പോ ഈ വിഷയം എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഹാഫ് ആൻ അവർ. നീ ആരാണ്? ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ അനിലിനെ രണ്ടാമത്തെ ആളായിട്ട് വിളിച്ചാണ്. അനിലോട് ഇതായില്ലേ? റേഞ്ചിന്റെ പ്രശ്നമുണ്ട് സാർ, ഇടയ്ക്കിടയ്ക്ക് കിട്ടത്തില്ല. ഓക്കെ, ഓക്കെ. ഞാൻ ക്രിസ്ത്യൻസിന്റെ പുറകിൽ വിളിച്ചത് അനിലിനെയാണ്. യെസ്, ഓക്കെ, ഓക്കെ. ഞാൻ അതിനകത്ത് കിട്ടിയില്ല, അപ്പൊ ഞാൻ വിചാരിച്ചു. ഓക്കെ, ഓക്കെ. അനില, ഞങ്ങൾ ഡിസ്കസിന്റെ വിഷയങ്ങളൊക്കെ കേട്ടില്ലേ? കേട്ടു സാർ, കേട്ടു. Yes. You tell your opinion.
Sir, I prefer love marriage are chosen by individual based on the mutual attraction and understanding, Yes. based on personal, emotional, and love between two individuals. Sir, I prefer love marriage. Marriage, love after parents support marriage. Yes. പുതിയൊരു ഐഡിയ ഉണ്ടാണ് ആന്റികൾ പറഞ്ഞത്. ഐ പ്രിഫർ ലവ് മാരേജ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി പാരന്റ്സ് അല്ലേ? Parents. വെരി ഗുഡ്, വെരി ഗുഡ്. ആരും പറയാതെ പോയിന്റ് വെരി ഗുഡ്, That വെരി is all, ഗുഡ്. sir. യെസ്, Thank- വെരി ഗുഡ്. നമുക്ക് നമ്മൾ ആരും മനസ്സിലായി വന്നില്ല. എന്റെ മനസ്സിൽ വന്നിരുന്നു, ആരെങ്കിലും പറയുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അനിൽ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ലവ് മാരേജ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി പാരന്റ്സ് ഓഫ് ദി ടു ഫാമിലീസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? ലക്ഷ്മി. Then ഇനി ആരാണ്? യെസ്, നമ്മൾ വളരെ നന്നായിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല. ശിവപ്രിയ, ശിവപ്രിയല്ലേ? യെസ്, ശിവപ്രിയ, അശ്വിനി, നിമ്മി. Sir, good afternoon, sir. യെസ്, അശ്വിനി. ഓക്കെ, അശ്വിനി പറഞ്ഞോളൂ. Sir, I prefer love plus arranged marriage. Love plus arranged marriage. ലവ് പ്ലസ് അറേഞ്ച്. ഓക്കെ, വെരി ഗുഡ്. Yes. Okay. Okay, because I can choose my life partner myself. Yes. But I need both families' blessing and support. Because they sacrifice their life for us. Yes, very good, very good, very good. Yes. So I need never become sad. So I never need to become sad. Yes. So both families fight together, start a new journey with my life partner. Yes. Okay, Hasina. Okay, very good, very good. Ashwini. Yes, okay. Ashwini, നമ്മുടെ അനില പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പറഞ്ഞത്. യെസ്, ഓക്കെ, 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. Then, Nimmi, are you ready? Yes. ഇനി ആരാ പറയാനുണ്ട്? Anybody? ആരുമില്ല. Last അല്ലേ? First call. Second call. Third call. Okay. Very good, very good, very good. I congratulate all of you for the involvement and also for to be the listeners of this topic. അപ്പോൾ നമ്മുടെ ഇതിൽ പങ്കെടുത്തത് കൃഷ്ണേന്ദു, ഭവിഷ, മെറിൻ, റിനീഷ, അലീന, ഹസീന, മുഫി, റൈഹ, ഐഷ, മിന്നു, അനില, അശ്വിനി. ഇവരാണ് നമ്മൾ ഇതിനകത്ത് പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഇതിനകത്ത് സൽമ, ആർ യു റെഡി? യെസ്, പറഞ്ഞോളൂ സൽമ. Salma. Good afternoon, sir. Yes, very good, very good afternoon. Yes, okay. I prefer love marriage. Yes, very good, very good. Yes, Yes, love my marriage. marriage was love marriage. Yes, No love come arranged marriage. yes, I had never more connection with my fiancé or loved before my marriage. yes, But in the head we loved more. Our parents allowed our love and we married. yes. Okay, now we are happily living. Yes. Okay, sir. Okay, but you prefer love marriage, okay? Yes. Yes, very good, very good, very good. Okay, okay, okay. അപ്പൊ ഇതില് നമ്മുടെ ഐഷയും അഞ്ചു ഞാൻ വരുന്നു. ഐഷയും ഓക്കെ, അഞ്ചു പറഞ്ഞോളൂ. അഞ്ചു കൂടി പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, പറഞ്ഞോളൂ അഞ്ചു. വെരി ഗുഡ്, വെരി ഗുഡ്.
Good afternoon. I preferred arranged marriage. Yes. Also, my marriage is arranged. Yes. I successfully completed 11 years of arranged marriage. Yes. Financially and mentally support for my two family. Yes. That's all. Financially and mentally support from two families. വേറെ എന്തെങ്കിലും കണക്ഷൻ വേറെ നമ്മൾ ബിസി ആണെങ്കിൽ പിള്ളേരെ കാര്യം നോക്കും, അവർ നോക്കിക്കോളും അല്ലേ? യെസ്. പിന്നെ there is a bond of love, respect to elders. Okay, very good, Anju. Very good. Yes. അപ്പൊ ഇതിനകത്ത് ഐഷയും മിന്നുവും അനിലയും അശ്വിനിയും സൽമയുമാണ്. അല്ല, അശ്വിനിയുമാണ്, സൽമില്ല ആണ്. സൽമയുണ്ട് ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്. പിന്നെ അതില് അനിലയും അശ്വിനിയും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പറഞ്ഞത്. ലവ് ആയിരിക്കണം, ബട്ട് വിത്ത് കൺസെന്റ് ഓഫ് ദി പാരന്റ്സ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. ഓക്കെ. നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്ന് അറിയാം? അതെ ഐഷ. ഓക്കെ. ശരി. ഞാൻ രേഖപ്പെടുത്തി പോയിട്ട് പോയായിരിക്കും. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് ടൈപ്പ് മാരേജ് ആണെങ്കിലും ഹൗ ഡു വി ലിവ്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ വിവാഹിതരെ ഇതിലെ എന്ന് പറയുന്ന പഴയ ഒരു സിനിമ, ആ സിനിമയിലാണ് ആദ്യമായിട്ട് നമ്മുടെ ജയറാമിന്റെ ഭാര്യയായിട്ടുള്ള പാർവതി അഭിനയിച്ച സിനിമയാണ് വിവാഹിതരെ ഇതിലെ. പണ്ട് ഞാൻ കണ്ട സിനിമയാണ്. സിനിമ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണെങ്കിലും അതിലൊരു ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു, ഒരു സംഭാഷണം ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. ആ സംഭാഷണം ഇതാണ്. അത് ബാലചന്ദ്രമേനോൻ പറയുന്ന ഒരു സംഭവമാണ്. ജീവിതത്തില് ഒരു പുരുഷന് അവൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു സ്ത്രീക്കും അവിടെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു പുരുഷനെ ഭർത്താവായിട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഡ്ജസ്റ്റ്മെന്റും കൂടിയാണ്. നമുക്കറിയാം നമ്മുടെ പാർട്ട്ണറിന്റെ വീക്ക്നെസ്, പാർട്ട്ണറിന്റെ പ്ലസും മൈനസും അറിയാം. പാർട്ട്ണർക്ക് മൈനസ് ഉള്ള സ്ഥലത്ത് മറ്റേ പാർട്ട്ണർ കയറി നിൽക്കും, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പാർട്ട്ണർക്ക് എവിടെയാണോ മൈനസ് അവിടെ കൂടെ ഉള്ള ആൾ കയറി നിന്ന് കോമ്പൻസേറ്റ് ചെയ്യും. സോ ഇതാണ് എന്ന് ഈ സിനിമയിൽ പറയുന്നത്. യെസ്, അപ്പൊ അത് തന്നെ ഞാൻ കൂടെ പറയുന്നു, ടു ലിവ് ബെറ്റർ. യെസ്, ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ അപ്പനും അമ്മയും പൂപ്പനും അവരൊക്കെ ചിലപ്പോൾ അവരോടൊക്കെ ചോദിക്കും, കല്യാണം കഴിഞ്ഞ് എത്ര ദിവസത്തിന് ശേഷമാണ് സ്വന്തം ഭർത്താവിനെ കണ്ടതെന്ന് ചോദിച്ചു നോക്കാം. അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ, ഗ്രാൻഡ് ഫാദറൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ചോദിച്ചു നോക്കാം, ഗ്രാൻഡ് ഫാദറൊക്കെ ഉണ്ടെങ്കിൽ. യെസ്, അപ്പൊ അവരുടെ മുഖത്ത് ആ പഴയ നാണം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. യെസ്, അപ്പോൾ ഐ അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു ഫോർ ദ ഡീപ്പ് ആൻഡ് ഇൻവോൾവ്മെന്റ്. ഇതുപോലെ ചെറിയ വിഷയങ്ങളൊക്കെ ഞാൻ പറയും. നിങ്ങൾക്ക് തോന്നുന്ന വിഷയം അതിനെക്കുറിച്ച് എനിക്ക് 2 വാക്ക് പറയുക. അപ്പൊ അത് നല്ലതല്ലേ? എന്ത് തോന്നുന്നു? അല്ലെങ്കിൽ വിഷയം നേരത്തെ തന്ന് ഓക്കെ കൃഷ്ണൻ, വിഷയം നേരത്തെ തന്നിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വരണം. വേണമെങ്കിൽ അങ്ങനെ ആവാം. അപ്പൊ നിങ്ങൾ ടൈമൊക്കെ എടുത്ത് ആലോചിച്ചങ്ങ് വരും. ഇതാണെങ്കിലോ വന്ന ആളും കിട്ടിയ പൈസ അപ്പൊ ഒന്ന് അതങ്ങടെ കഴിഞ്ഞു. ഹോംവർക്ക് ഒന്നും ഇല്ലാത്ത നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞാൽ മതി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ വിഷയം ഞാൻ പറയും. അപ്പൊ കാര്യത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു 15 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ 15 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, പുതിയ ടെൻഷനിലേക്ക് ഞാൻ പോകുന്നില്ല, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണേ. യെസ്, അപ്പോ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയുമ്പോൾ ടൈപ്പ് ചെയ്താൽ മതി, എന്നാലാണ് എനിക്കിവിടെ മാർക്ക് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ അങ്ങനെ ഞാൻ മാർക്ക് രേഖപ്പെടുത്തിക്കോളാം. യെസ്, നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ജി എന്നായിരിക്കുന്നു. ജി മീൻസ് ഗോഡ്. രണ്ടാമത്തെ ലെറ്റർ ആർ.
R means red. GR. ബാക്കി ലെറ്റർ നിങ്ങൾ ചേർത്തു. GR തുടങ്ങുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു ദിവസം ഒരു പുതിയ വാക്ക് വെച്ച് നിങ്ങൾ പഠിക്കാന്ന് പറഞ്ഞത് ഇതിനകത്ത് ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് പറയാം ലാസ്റ്റ് ആവുമ്പോൾ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1. A black stick inside a pencil. A black stick inside a pencil. സംഗീത ആൻസർ വന്നിട്ടില്ലല്ലോ. ഇതില്ല, വേറെ പേര് പറയും. ആ കളറാണത്, അതിന് പേരില്ലേ? A black stick inside a pencil. Yes, Binisha. Binisha മാത്രമല്ല അല്ലേ കറക്റ്റ് ആൻസർ? യെസ്, 3 പേരെ നമ്മൾ പരിഗണിക്കേണ്ട. ബിനീഷ, മുഫി, ഐഷ. ബിനീഷ, മുഫി, ഐഷ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഓരോ പോയിന്റ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. യുവർ പാരൻസ് അപ്പോസ്ട്രോഫീസ് ആണ്. യുവർ പാരൻസ് കൃഷ്ണേന്ദു, ഐഷ, മെറിൻ. കൃഷ്ണേന്ദു, ഐഷ ആൻഡ് മെറിൻ. കറക്റ്റ് ആൻസർ ആണ് ഗ്രാൻഡ് പാരൻസ്. ഗ്രാൻഡ് ഫാദർ ഇത് ഗ്രാൻഡ് പാരൻസ് ആണ് പരിഗണിച്ചിട്ടുണ്ട്. യെസ്. അടുത്തത് ചോദ്യം ശ്രദ്ധിക്കാം. എ ബിൽഡിംഗ് where 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 you grow your plants. A building where you grow your plants. A building ആണ്. ബിൽഡിംഗ് പേരുണ്ട്, പ്രത്യേകിച്ചൊരു പേരുണ്ട്. ഗ്രൗണ്ട് അല്ല, ബിൽഡിംഗ്. എ ബിൽഡിംഗ്. യെസ്, ആയിട്ടില്ല. എ ബിൽഡിംഗ്. യെസ്, ബിനീഷ, കറക്റ്റ് ആൻസർ. ബിനീഷ. ഐഷ, ഐഷന്റെ ഒരാളും കൂടി ഉണ്ടായില്ല. ഐഷ എടുത്താൽ ബിനീഷ, ഐഷ. അടുത്ത ആളായിരുന്നു ബിനീഷ. ഐസിന്റെ അടിയിൽ ഒരാള് ഇസാനായിരുന്നു. ഇസാൻ അല്ലേ? യെസ്, ഓക്കെ. ഗ്രീൻ ഹൗസ് എന്നാണ് അതിന് പറഞ്ഞ പേര്. അതിന് പറഞ്ഞ പേര് എന്താണ്? ഗ്രീൻ ഹൗസ്. നിങ്ങൾ വല്ല നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, ഒരു പച്ച ഷീറ്റ് കൊണ്ട് ഇങ്ങനെ മറച്ചിട്ടൊക്കെ കണ്ടിട്ടില്ലേ? യെസ്, ദാറ്റ് ഈസ്, അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ്. ഓക്കെ. ഇപ്പൊ ചില ചെടികളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെക്കാറ്. യെസ്, ഓക്കെ. അടുത്തത് സിമ്പിൾ ആണ്. ഒരു പ്രോസസ് ആണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷിന്റെ ഒരു മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയുന്നത്. നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഇംഗ്ലീഷാണ്. അപ്പൊ ഇംഗ്ലീഷ് എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ ഉണ്ടൊക്കെ മാറി വരുന്നത് മാത്രമേ ഉള്ളൂ. ചോദ്യം ഇതാണ്, മീനിങ് ഇതാണ്. ടു കുക്ക് ഫുഡ്. ടു കുക്ക് ഫുഡ് ഓൺ മെറ്റൽ ബാർ. To cook food on metal bar. Aisha, Renisha, Marin. Aisha, Renisha. Renisha ആയിട്ട് വന്നിട്ടില്ല അല്ലേ? Renisha and Marin. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് ഗ്രിൽ. ഗ്രിൽഡ് ചിക്കൻ നമ്മൾ കഴിച്ചിട്ടുള്ളതല്ലേ, കണ്ടിട്ടില്ലേ? യെസ്, അപ്പൊ അതുകൊണ്ട് ഗ്രില്ലാണ്. ഗ്രിൽ. യെസ്. അടുത്തത് ഓക്കെ കൃഷ്ണേന്ദു. ചോദ്യം ഇതാണ്. എ സ്മോൾ ബോംബ്, BOMB, എ സ്മോൾ ബോംബ് thrown by hat. Name of that bomb. A small bomb thrown by hat. Yes.
Yes, Aisha, Marin, Krishnendu. Aisha, Marin, and Krishnendu. Very good, very good, very good. The answer is grenade. Okay, okay. അടുത്തത് ഞാനൊരു ഇംഗ്ലീഷിലെ ഒരു മീനിങ് ആണ് പറയുന്നത്. അതിൻ്റെ ഒരു വൺ വേർഡ് നിങ്ങൾ പറയണം. ഇംഗ്ലീഷ് മീനിങ് ഇതാണ്: ടു ബിക്കം ബിഗ്ഗർ. ടു ബിക്കം ബിഗ്ഗർ. മെറിൻ, ഐഷ, നിമി. മെറിൻ, ഐഷ, നിമി. നിമി നേരത്തെ വന്നിട്ടില്ല അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഗ്രോ. ഗ്രോ എന്ന് പറയുന്ന ആൻസർ ആണ്. അടുത്തത് വെരി സിമ്പിൾ ആണ്. ഓക്കെ, അത് അറിയാൻ പറ്റും, പെട്ടെന്ന് വരുമെന്നുള്ള ആൻസർ. ദി ഓപ്പോസിറ്റ് ഓഫ് ബ്രൈഡ്. BRID, bride. അലീഷ, സൽമ, മെറിൻ. അലീഷ നേരത്തെ വന്നിട്ടില്ല അല്ലേ? അലീഷ, സൽമ വന്നിട്ടുണ്ടോ നേരത്തെ? സൽമ വന്നിട്ടില്ല. സൽമ ആൻഡ് മെറിൻ. മെറിൻ നേരത്തെ വന്നിട്ടുണ്ട്. ഓക്കെ. കറക്റ്റ് ആൻസർ ആണ് ഗ്രൂ. ശരിയാ, നമുക്ക് അറിയാൻ പറ്റുമോ? യെസ്. അടുത്തത് ദ യൂണിറ്റ് ഓഫ് വെയിറ്റ്. WEIGHT. ദ യൂണിറ്റ് ഓഫ് വെയിറ്റ്. അയ്യോ, ഐഷക്കും മെറിനും മുകളിൽ ആരൊക്കെയായിരുന്നു? ഐഷക്കും മെറിനും മുകളിൽ വന്ന് ആരൊക്കെയായിരുന്നു? കുഫിയുണ്ട്, പിന്നെ യെസ്, കുഫിയാണല്ലേ? യെസ്, ഓക്കെ. റിനീഷ. ഓക്കെ, റിനീഷിനെ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. പെട്ടെന്ന് ഇങ്ങനെ സ്കോൾ ചെയ്ത് പോകുമ്പോഴേ കണ്ടുപിടിക്കാൻ പാടില്ല. യെസ്. അടുത്ത ചോദ്യം ഇതാണ്: എ കളർ in between black and white. A color. കൃഷ്ണേന്ദുവിന് മുകളിൽ ആർക്കുണ്ടായിരുന്നു? കറക്റ്റ് ആണ്, ഗ്രേ ആണ് കളറ്. കൃഷ്ണേന്ദുവിന്റെ മുകളില് മെറിൻ ഉണ്ടായിരുന്നു. പിന്നെ അതും കൂടി ശ്രദ്ധിച്ചോണ്ടേ, മെറിൻ, നിമ്മി അല്ലേ? ഓക്കെ, നിമ്മി ഉണ്ട്, മെറിൻ ഉണ്ട്. ഓക്കെ. നെജിമി ഉണ്ടായിരുന്നു അല്ലേ? നെജിമി വേറെ വന്നിട്ടില്ല. യെസ്, ഓക്കെ. നെജിമി, യെസ്, അത് ശരിയാണ്. ഗ്രേ ആണ്. ഗ്രേ എന്ന് പറയുന്ന കളർ ഒന്നും കൂടി അലീഷ ഉണ്ടായ. അലീഷ നേരത്തെ വന്നിട്ടില്ല അല്ലേ? വന്നിട്ടുണ്ട്. യെസ്. അതായത് ഗ്രേ ഒന്നുകൂടി കളർ കൂട്ടിയാൽ അത് ബ്ലാക്ക് ആയി, ഗ്രേ ഒന്നുകൂടി കളർ കുറച്ചാൽ അതെന്തായി? വൈറ്റ് ആയി. യെസ്. അടുത്ത ചോദ്യം ഇതാണ്: an insect with long legs that hops. HOPS. An insect. Krishnendu, Alisha, Mufi. Krishnendu, Alisha, and Mufi. Correct answer ആണ് grasshopper. Correct answer. Yes. ഇനി ചോദ്യം ഒന്ന് മാറ്റുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ആൻസർ ജിയിലും ആറിലും ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഞാനതൊന്ന് മാറ്റി. ഇനി നിങ്ങളുടെ ആൻസർ എഫിൽ ആരംഭിക്കണം. എഫ്. ദ ഫസ്റ്റ് ലെറ്റർ ഈസ് എഫ്, ഫാദർ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. മുഫിയുടെ മുകളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഐഷ ഉണ്ടായിരുന്നു. പിന്നെ ഐഷ പിന്നെ ആരാണ്? മെറിൻ ഉണ്ടായിരുന്നു അല്ലേ? യെസ്, മെറിൻ ഇസാൻ. ഓക്കെ. മെറിൻ ഇസാൻ. യെസ്.
അപ്പൊ ഫെയിലിയർ ആണ്. ഫെയിലിന്ന് എഴുതിയേക്കുന്നവർക്കും ഓക്കെ ഈ സാധനം പഠിച്ചിട്ടുണ്ട്. ഫെയിലിന് എഴുതിയേക്കുന്നവർക്കും പരിഗണിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്. അതിന്റെ വൺ വേർഡ് പറയണം നിങ്ങൾ ഇംഗ്ലീഷിൽ. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. ഫെയ്ത്ത് വിശ്വാസമാണ് നിമ്മി. വേറെ വേർഡ് എന്നോട് മാച്ച് ചെയ്ത് പോകും. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. യെസ് ഐഷ, സൽമ, കൃഷ്ണേന്ദു. ഐഷ, സൽമ ആൻഡ് കൃഷ്ണേന്ദു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദ ആൻസർ ഈസ് ഫേവർ. യെസ്. അപ്പൊ ഞാൻ ഈ മാർക്ക് കൂട്ടി നോക്കാം നമുക്ക്. യെസ്, വളരെ കാര്യമായിട്ടുള്ള മാർക്കുകളൊക്കെ ഉണ്ട്. യെസ്, അപ്പോ ഓക്കെ 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 നമുക്ക് കൂട്ടി നോക്കാം. ശരിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പറയാം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് നജ്മീൻ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൽമ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിമ്മി 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. Then ഓക്കെ 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 റനീഷ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇസാൻ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി ബിനീഷ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ മുഫി 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പോ മുഫിക്കും അലീഷക്കും വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്. യെസ്. കൃഷ്ണേന്ദു 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. റണ്ണറപ്പ് ആയിട്ടുണ്ട്. 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് രണ്ടുപേരും ഒരേപോലെയാണ്. മെറിൻ 8 പോയിന്റ്, ഐഷ 8 പോയിന്റ്. രണ്ടുപേർക്ക് സെയിം ആണ്. എക്സലന്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, പോയിന്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും കുറഞ്ഞു കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുള്ളത് അറിയാൻ വേണ്ടി ചോദിച്ചത് മാത്രമേ ഉള്ളൂ. സോ പുതിയ വിഷയവും പുതിയ ടെൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ. കൃഷ്ണേന്ദുല 5 ഉണ്ട്. യെസ്, ഇത് ഒരു പോയിന്റൊക്കെ അങ്ങോട്ടൊക്കെ മാറിയ ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോൾ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ വിട്ടുപോയതായിരിക്കും. ഇത് സൗഹൃദ മത്സരം അല്ലേ? Okay, thanks, Lord. Mm-hmm.